നമസ്കാരം ടീച്ചർമാരെ. എല്ലാ വർഷവും നമ്മൾ പോഷൻ പക്വതയുടെ ഭാഗമായിട്ട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ എൻട്രീസ് വരുത്താറുണ്ട്. ജനാന്തോളം ഡാഷ്ബോർഡിലാണ് എൻട്രീസ് വരുത്താറ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് എൻട്രി വരുത്തുക നോക്കാം. ഇത്തവണത്തെ പോഷൻ പക്വത മാർച്ച് 9 തൊട്ടിട്ട് 23 വരെയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരുത്തേണ്ടത്, എങ്ങനെയാണ് ജനാന്തോളം ഡാഷ്ബോർഡിൽ കയറേണ്ടതൊക്കെ നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് പോഷൻ അഭിയാൻ എന്ന് സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യില്ല, അതേപോലെ പോഷൻ അഭിയാൻ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സൈറ്റിലെത്തും. ജസ്റ്റ് ഫുള്ളായിട്ട് പോഷൻ അഭിയാൻ എന്ന് സെർച്ച് ചെയ്യുക. ഇതല്ലാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്, ആ ലിങ്ക് വഴിയും കയറാൻ പറ്റും. അത് നമുക്ക് ഇങ്ങനെ നോക്കി നോക്കാം. പോഷൻ അഭിയാൻ എന്നുള്ള സൈറ്റ് എടുക്കുക. സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. ഈ പേജിൻ്റെ ഇവിടെ ആ സൈഡിലൊരു 3 വര കണ്ടോ, ഇവിടെ ഈ ആരോ കാണിച്ച പോലെ അതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരുന്നു വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ എൻട്രി എന്ന് വന്നു കണ്ടോ. ഈ ഡാറ്റ എൻട്രി അമർത്തുക. ഈ ഡാറ്റ എൻട്രി അമർത്തുകഴിഞ്ഞാൽ അവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാൻ വരും. അത് രണ്ടും എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. റിമെമ്പർ മീ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആ യൂസർ നെയിമും പാസ്വേഡ് എന്താണെന്ന് ഞാൻ ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് വേറൊരു വഴി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഇങ്ങനെ ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല, നേരിട്ട് നമുക്ക് ഓൾറെഡി അടിച്ചു തന്ന ഇതുണ്ടല്ലോ, അതായത് വാട്സപ്പിൽ അയച്ച ലിങ്കില്ല, അതിൽ ജസ്റ്റ് ഒന്ന് അമർത്തിയാലും നമുക്ക് കിട്ടും. അതെങ്ങനെ നോക്കാം. അത് വാട്സപ്പ് എടുക്കുക. അതിൽ അയച്ച ലിങ്കില്ല, ലിങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സൈറ്റിൽ തന്നെയാണ് പോവുക. ലോഡ് അയക്കാനായി പോഷൻ അഭിയാൻ സൈറ്റിൽ പോകും. ഇതിലും അതേപോലെ സൈഡത്തെ 3 കുത്ത് അമർത്തുക, ഡാറ്റ എൻട്രി അമർത്തിയിട്ട് ആ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ലോഗിൻ പേജിൽ കയറും. ലോഗിൻ പേജിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് മീതയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. എന്തൊക്കെയാണ് എൻ്റർ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് എൻ്റർ ചെയ്യേണ്ടത്, ആ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ഇന്ന് ചെയ്യേണ്ട പ്രതിജ്ഞയാണ്. അപ്പോൾ നമുക്ക് പ്രതിജ്ഞ എന്താണെന്ന് നോക്കാം. പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സമീകൃതാഹാരം ഭാവിയിലേക്കുള്ള ഊർജ്ജമായതിനാൽ ഞാനും എൻ്റെ കുടുംബവും സമീകൃതാഹാരം കഴിക്കാൻ പ്രയത്നിക്കും. ഇതിലൂടെ ആരോഗ്യമുള്ള പൗരനാകാൻ ശ്രമിക്കുകയും രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും. ഈ പ്രതിജ്ഞയാണ് എല്ലാ അംഗൻവാടിയിലും ഇന്ന് കുട്ടികളെ, പ്രീ സ്കൂൾ കുട്ടികളെ വെച്ചിട്ട് നടത്തേണ്ടത്. എല്ലാവരും ഈ പ്രതിജ്ഞ ചൊല്ലണം. കുട്ടികളെന്ന് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കൊക്കെ ഇതിൽ പങ്കെടുത്തിട്ട് അവർക്കും ഈ പ്രതിജ്ഞ ചൊല്ലാവുന്നതാണ്. അപ്പോൾ നമുക്കിനി എൻട്രി എങ്ങനെ ഇതിൻ്റെ വരുത്തുകയെന്ന് നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത പേജ് ഇതാണ്. അതിൽ ഓൾറെഡി ഗ്രൂപ്പ് വന്നിട്ടുണ്ടാവും. ഇനി തീമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പ്രതിജ്ഞയുടെ വേണ്ടിയിട്ട് നമുക്ക് ഏതാ തീം സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോഷൻ ബി പടായി ബി എന്ന് പറഞ്ഞ PBBB എന്ന് ആദ്യത്തെ കണ്ടോ, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യത്തെ കേട്ടോ, അത് സെലക്ട് ചെയ്യുക. ഓർഗനൈസർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. പിന്നെ ലെവൽ ബ്ലോക്ക് ലെവൽ, അംഗൻവാടി സെൻറ്റർ ലെവലുണ്ട്. ബ്ലോക്ക് ലെവലിലുള്ള പ്രോഗ്രാം ബ്ലോക്ക് ലെവലിൽ സെലക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ അംഗൻവാടി ടീച്ചർമാർ അംഗൻവാടി സെൻറ്റർ AWC സെലക്ട് ചെയ്യുക. AWC കൊടുത്തിട്ട് നിങ്ങളുടെ സെൻറ്റർ ഏതാണോ അത് കൊടുക്കുക. അപ്പോൾ AWC സെലക്ട് അംഗൻവാടി സെൻറ്റർ വരുന്നുണ്ട്. അതിൽ താഴെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സെൻറ്ററുകളും വരും. അപ്പോൾ സെൻറ്റർ നമ്പർ വെച്ചിട്ട് നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ 96 ടീച്ചറാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ നമ്പർ 96 സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റി പറഞ്ഞ പോലെ നമ്മൾ പ്രതിജ്ഞയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ശബദോൺ ECC എൻഗേജിങ് ഫ്രണ്ട് ലൈൻ ഫംഗ്ഷണറീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്നാണ്. ശബദമാണ് അല്ലെങ്കിൽ പ്രതിജ്ഞയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ഏറ്റവും ആദ്യം തന്നെ അത് സെലക്ട് ചെയ്യുക. ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം താഴത്തേക്ക് വരിക. ഇന്ന് പിന്നെ ഡേറ്റ്, ഇന്ന് നമ്മളിത് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 12-ാം തീയതിയാണ്, ഇന്നത്തെ ഡേറ്റ് തന്നെ. അപ്പോൾ 12 സെലക്ട് ചെയ്യുക. ഫ്രം ഡേറ്റ് ടു ഡേറ്റും അതേപോലെ സെലക്ട് ചെയ്യുക. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ടു ഡേറ്റ് കൂടുതൽ ദിവസങ്ങൾ നിൽക്കുന്ന പ്രോഗ്രാമാണെന്ന് വെച്ചാൽ അതനുസരിച്ച് മാറ്റാം. അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായി എൻ്റർ ചെയ്യുക. എത്ര മെയിലുണ്ട്, ഫീമെയിലുണ്ട്, പുരുഷന്മാരും സ്ത്രീകൾ എത്ര പേരുണ്ടെന്ന് ആദ്യത്തേൽ അടിച്ചു കൊടുക്കുക. അതേപോലെ താഴെ കുട്ടികൾ, ചിൽഡ്രനും മെയിലും ഫീമെയിലും, ആൺകുട്ടികൾ എത്രയാണോ പെൺകുട്ടികൾ എത്രയാണോ അതും കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. എത്ര ആൺകുട്ടികളുണ്ട് അത് അടിച്ചു കൊടുക്കുക. അതേപോലെ എത്ര പെൺകുട്ടികളുണ്ട് അതും അടിച്ചു കൊടുക്കുക. ഇത് രണ്ടും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇവരെ ടോട്ടൽ കിടക്കുന്നതാണ്. അത് താഴെ അപ്ലോഡ് പിക്ചർ കാണാം. അതിൽ അപ്ലോഡ് തൊട്ടിട്ട് നമുക്ക് ജസ്റ്റ് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഫോട്ടോ എപ്പോഴും 2 MB താഴെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അപ്ലോഡ് ആവില്ല, നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ജസ്റ്റ് പോഷൻ പക്വത പ്ലഡ്ജ് എന്ന് കൊടുക്കുക. നമ്മൾ അതാണല്ലോ ഇപ്പോൾ ചെയ്തത്, പ്ലഡ്ജിൻ്റെ ആണല്ലോ ചെയ്തത്. അപ്പോൾ പോഷൻ പക്വത പ്ലഡ്ജ്, അതിനുശേഷം ഏതാണോ അംഗൻവാടി സെൻറ്റർ ആ അംഗൻവാടി സെൻറ്ററും നമ്പർ അതേപോലെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അംഗൻവാടി സെൻറ്റർ നമ്പർ 96-ൻ്റെയാണ് ചെയ്തപ്പോൾ ആ സെൻറ്റർ നമ്പർ കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് വരുന്നത് നോക്കാം. നമ്മൾ സബ്മിറ്റ് കൊടുത്ത സമയത്ത് വന്നത് ഇൻവാലിഡ് ഡാറ്റ എൻ്റേഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഐഫോൺ ഒന്നും ഇതിൽ അലൗഡ് ചെയ്യില്ല. അപ്പോൾ ഐഫോണൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് കോമട്ട് എടുക്കുക. അല്ലെങ്കിൽ ഒന്നുമില്ല കളയുക. അതിനേക്കാളും നല്ല നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും കറക്റ്റായി കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. കോമിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് സബ്മിറ്റ് ആയിക്കോളും. കറക്റ്റായിട്ട് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് വരും. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്